കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണ് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ ലൈക്ക് സപ്പോർട്ടുമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. ചന്ദ്രമതി പറയാം, ഒരു കാര്യം ചെയ്യാം, ആദ്യത്തെ ദീപാവലിയല്ലേ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ശ്രീകാന്തിനെ കൂടെ വിളിച്ചാലോ എന്ന് ചോദിക്കുക. ഈ ചോദ്യം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും രവീന്ദ്രൻ സച്ചി എല്ലാം പരസ്പരം നോക്കുവാണ്. പെട്ടെന്ന് രവീന്ദ്രൻ പറഞ്ഞു, അവനെ വിളിക്കാനായിട്ടാ. ഇത് കേട്ട സച്ചി പറഞ്ഞു, നല്ല കാര്യേ, അവനെങ്ങാൻ ഈ വീട്ടിനകത്ത് കാലെടുത്ത് കുത്തിയിട്ടുണ്ടെങ്കിൽ അവന്റെ കഴുത്തിയാൻ കണ്ടിക്കുമെന്ന് പറയാണ്. ഇത് കേട്ടാൻ ചന്ദ്രമതി പറഞ്ഞു, അതിന് നീ എന്തിനാ ദേഷ്യപ്പെടുന്നേ, നിന്റെ ഭാര്യയല്ലേ അതിന് കാരണക്കാരി, എന്നിട്ട് അവനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോന്ന് ചോദിക്കാം. എന്റെ ഭാര്യയാണെങ്കിലും കൊള്ളാം, ആരാണെങ്കിലും കൊള്ളാം, ഒരു കാരണവശാൽ അവൻ ഈ വീട്ടിൽ കാലുവെത്താൻ ഞാൻ സമ്മതിക്കത്തില്ല. ദേ അച്ഛനെ പോലീസ് സ്റ്റേഷനിൽ കയറ്റി, അച്ഛന് ICU കിടന്നു, അച്ഛന് അസുഖം ഉണ്ടായതല്ല അവൻ ഒറ്റ ഒരുത്തൻ കാരണമെന്ന് പറയണം. ദേ അവനെ മാത്രം നീ കുറ്റപ്പെടുത്തണ്ട, നിന്റെ ഭാര്യയും കൂടെ കാരണമെന്ന് പറയണം. ആരൊക്കെ കാരണമാണെങ്കിലും കുഴപ്പമില്ല, പക്ഷെ ഒരു കാരണവശാലും അവൻ ഈ വീട്ടിൽ കാലുകുത്താൻ ഞാൻ സമ്മതിക്കില്ലെന്ന് പറയണം. രവീന്ദ്രൻ പറഞ്ഞു, നീ എന്താ ചന്ദ്രൻ ഇങ്ങനെയൊക്കെ പറയണേ, അവൻ ഈ കുടുംബത്തിൽ ആരെയും വേണ്ടല്ലോ, സ്വന്തം ഇഷ്ടപ്രകാരം അവൻ പോയതാ, സ്വസ്ഥതയോടെ ജീവിക്കാൻ പോയതല്ലേ, അവൻ പോയി ജീവിക്കട്ടെ, ഇനി അവന്റെ കാര്യം ഈ കുടുംബത്തിൽ നമുക്ക് സംസാരിക്കേണ്ടെന്ന് പറയാണ്. എന്നാലും അത് ശരിയാണ് രവിയേട്ടാ, അവൻ ഈ കുടുംബത്തിലെ നമ്മുടെ മോനല്ലേ, അപ്പൊ അവന് ആഗ്രഹം കാണത്തില്ലേ നമ്മളോടൊപ്പം ദീപാവലി ആഘോഷിക്കാനായിട്ട്. ആഗ്രഹം ഉണ്ടെങ്കിൽ അത് അവന്റെ മനസ്സിൽ വെച്ചാൽ മതി, അവന്റെ ഭാര്യ ഉണ്ടല്ലോ, അതെ അവളോടൊപ്പം അവൻ പോയി ആഘോഷിക്കട്ടെ എന്ന് സച്ചി പറയാണ്. ഇത് കേട്ട ചന്ദ്രമതിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. പെട്ടെന്ന് ശ്രുതി ആലോചിച്ചു, ആഹാ അവൻ വന്നിട്ടുണ്ടെ ശരിയാത്തില്ല, അവന്റെ ഭാര്യ വലിയ കോടീശ്വരിയാന്നാ പറഞ്ഞേ, അതൊരു കാരണവശാലും ശരിയാത്തില്ല, തനിക്കും തന്റെ ഭാര്യയ്ക്കുള്ള വില ഇവിടെ പോവും, അതുകൊണ്ട് അവൻ ഇങ്ങോട്ട് വരാതിരിക്കുന്നത് നല്ലത്, അങ്ങനെയാണെങ്കിൽ ഇടങ്കോലിടാ എന്ന് കരുതി ശ്രുതി ആടി പറഞ്ഞു. സച്ചി പറഞ്ഞാ ശരിയായിട്ടുള്ള തീരുമാനം, എന്തിനാ അവൻ ഇങ്ങോട്ട് വരുന്നേ, അവൻ കാരണമല്ലേ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത്, അതുകൊണ്ട് ഒരിക്കലും അവൻ ഇങ്ങോട്ട് വരണ്ടെന്ന് പറയാം. ചന്ദ്രമതി ശ്രുതിനെ നോക്കുവാണ്, എന്താണ് നീ പറഞ്ഞെന്നുള്ള രീതിയിൽ. അമ്മേ ഞാൻ എന്താണ് ഈ കാര്യത്തിൽ സച്ചിയുടെ കൂടെ നിൽക്കത്തുള്ളൂ, അവൻ കാരണം ഈ കുടുംബത്തിൽ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി, അച്ഛൻ പോലീസ് സ്റ്റേഷനിൽ കയറി, അച്ഛന് അസുഖം ഉണ്ടായതെല്ലാം കാരണമല്ലേ, പിന്നെ അവനെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തേണ്ട കാര്യമുണ്ടോന്ന് ചോദിക്കുക. ഇത് കേട്ട് കഴിഞ്ഞപ്പോ രവീന്ദ്രൻ പറഞ്ഞു, അത് ശരിയാന്ന് പറയാണ്. പിന്നീട് സച്ചി അങ്ങോട്ട് പോകാൻ തുടങ്ങിയപ്പോ സച്ചിനെ വിളിച്ചിട്ട് പറഞ്ഞു, അതെ ആദ്യത്തെ ദീപാവലി അല്ലേ, ഒരു കാര്യം ചെയ്യാം, നീ രേവതിനും കൂടി വീട്ടിലേക്ക് പോകാൻ പറയാണ്. ഇത് കേട്ടപ്പോ സച്ചി ചോദിച്ചു, അല്ലച്ചാ രേവതിനെ കൊണ്ട് വീട്ടിൽ വിട്ടിട്ട് വരാനാണോ, എനിക്ക് പൂർണ്ണ സമ്മതം, ഞാൻ നാളെ തന്നെ കൊണ്ടുവിടാന്ന് പറയാണ്, അല്ലെങ്കിൽ വേണ്ട ഇന്ന് തന്നെ കൊണ്ടു വിട്ടേക്കാന്ന് പറയാം. ഇത് കേട്ടാൻ രവീന്ദ്രൻ പറഞ്ഞു, അവളെ വീട്ടിൽ കൊണ്ടുവിടാനല്ല, ദേ ആദ്യത്തെ ദീപാവലി ആയതുകൊണ്ടേ അവളെ വിളിച്ചോണ്ട് വീട്ടിൽ പോ, അവർക്ക് സന്തോഷാവൂലേ, അവിടെ ഒന്ന് വീട്ടിൽ കൊണ്ടുപോയിട്ടൊക്കെ കൊണ്ടുവരാൻ പറയണോ. ഓ അതാണോ കാര്യം, അതെ എനിക്ക് നാളെ ജോലി ഉണ്ടെന്ന് പറയണം. ഓ അപ്പൊ ഇപ്പൊ നീ ജോലിയുള്ള കാര്യമൊന്നും പറഞ്ഞില്ലോ, ഞാൻ പറയുന്ന നിങ്ങളെ അനുസരിച്ചാൽ മതി എന്ന് പറയണം. അപ്പോഴേക്കാണ് എന്ത് രേവതി എന്നുള്ള വിളി കേട്ടെ. നോക്കിക്കഴിഞ്ഞപ്പോ ലക്ഷ്മി അമ്മ അങ്ങോട്ട് വരുവാണ്. ലക്ഷ്മി അമ്മേനെ കണ്ടതും ചന്ദ്രമതിയുടെ മുഖം കടന്നൽ കുത്തിയാലായിപ്പോയി. രവീന്ദ്രൻ പറഞ്ഞു, ആ ലക്ഷ്മിയോ കയറി വരാൻ പറയണം. അങ്ങനെ ലക്ഷ്മി അമ്മ അകത്തേക്ക് കയറി വരുവാണ്. പക്ഷെ ചന്ദ്രമതിക്ക് ഇഷ്ടപ്പെട്ടില്ല ആ വരം അങ്ങോട്ട്. ചന്ദ്രമതി രൂക്ഷമായിട്ട് നോക്കുവാണ്. രവീന്ദ്രൻ പറഞ്ഞു, ഇപ്പൊ നിങ്ങളുടെ കാര്യം പറഞ്ഞോളെന്ന് പറയാണ്. പെട്ടെന്ന് ലക്ഷ്മി പറഞ്ഞു, അത് ഞാനേ ദീപാവലിക്ക് കൂട്ടാൻ വേണ്ടി വന്നാ, ദീപാവലിക്ക് വിളിക്കണമല്ലോ, അപ്പൊ അതിനു വേണ്ടി വന്നാന്ന് പറയണം. അപ്പൊ ഒരു കവറിനകത്ത് കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് രേവതിയോട് പറഞ്ഞു, മോള് പോയി തട്ടം എടുത്തോണ്ട് വരാൻ പറയണം. അങ്ങനെ രേവതി അകത്തേക്ക് തട്ടം എടുക്കാൻ പോയി. ആ സമയം ചന്ദ്രമതി പറഞ്ഞു, ഓ ദീപാവലിക്ക് കൂട്ടാൻ വേണ്ടി വന്നാണോ, നിങ്ങൾ എന്ത് ധൈര്യത്തിന് ഇങ്ങോട്ട് കയറി വന്നേ, നിങ്ങളുടെ മകള് കാരണം ഇവിടെ എന്തൊക്കെ പ്രശ്നങ്ങളോ ഉണ്ടായെന്നറിയാവോ, നിങ്ങൾക്ക് നാണം ഉണ്ടേ നിങ്ങൾ ഇങ്ങോട്ട് വീണ്ടും കയറി വരുമെന്ന് ചോദിക്കാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോ തന്നെ ശ്രുതി പറഞ്ഞു, അല്ല അന്നത്തെ ദിവസം ആന്റി അവിടെ ഉണ്ടായിരുന്നല്ലേ, ആന്റിക്കെങ്കിലും പറഞ്ഞുകൂടായിരുന്നോ മകളോട് ഈ കല്യാണം ഒരു കാരണവശാലും നടത്തിക്കൂടാ, എല്ലാം അറിഞ്ഞുകൊണ്ട് ആന്റി ഇതിന് സപ്പോർട്ട് നിന്നല്ലേന്ന് ചോദിക്കണം. ഇത് കേട്ടതും ലക്ഷ്മിയൻ പറഞ്ഞു, അയ്യോ മോളെ ഞാൻ അറിഞ്ഞിരുന്നില്ല, ഞാൻ അന്ന് അവിടെ ഇല്ലായിരുന്നു, ഞാൻ ക്ഷേത്രത്തിൽ പോയേക്കോന്ന് പറയണം. ഓഹോ അപ്പൊ എല്ലാം നേരത്തെ അറിഞ്ഞുകൊണ്ട് നിങ്ങൾ അവിടുന്ന് സ്ഥലം കാലിയാക്കിയതാ, നിങ്ങൾ അവിടുന്ന് മുങ്ങിയതല്ലേന്ന് ചോദിക്കും. പെട്ടെന്ന് ലക്ഷ്മിയൻ പറഞ്ഞില്ല, ഇല്ല ചന്ദ്രമതിയമ്മേ ഞാൻ ആ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ല എന്ന് പറയണം. ഇനിയിപ്പൊ അത് പറഞ്ഞാൽ മതിയല്ലോ എന്ന് പറയാണ്. ആ സമയം രേവതി തട്ടം കൊണ്ട് വന്നു. രേവതിയുടെ തട്ടത്തിനകത്തേക്ക് ആ ഫ്രൂട്ട്സും കാര്യങ്ങളും എല്ലാം വെച്ചിട്ട് രവീന്ദ്രനോടും ചന്ദ്രമതിയോടായിട്ട് പറഞ്ഞു, ഞാൻ പിള്ളേരെ കൂട്ടാൻ വേണ്ടി വന്ന എന്നും പറഞ്ഞ് അതും കൂടി കൊടുക്കുവാണ്. രവീന്ദ്രൻ പറഞ്ഞു മേടിക്കാൻ പറയണം. ചന്ദ്രമതിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, വേറെ നിവൃത്തി ഇല്ലാത്തതുകൊണ്ട് ആ തട്ടം കൂടെ വാങ്ങി വെക്കുവാണ്. പിന്നീട് പറഞ്ഞു, അതെ നാളെ സച്ചിൻ രേവതിയും കൂടെ വീട്ടിലേക്ക് വരണമെന്ന് പറയാം. ഇത് കേട്ട സച്ചു പറഞ്ഞു, എനിക്ക് വരാൻ പറ്റില്ല, നാളെ ഓട്ടം ഉണ്ടെന്ന് പറയണം. രവീന്ദ്രൻ പറഞ്ഞു, ഓരോ ഓട്ടം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നീ നാളെ പോണെന്ന് പറയണം. ഇതേ ഇപ്പോഴും ഞാൻ പറഞ്ഞോളൂ ഇവനോട്, ഇത് രേവതിയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് വരണം എന്നുള്ള കാര്യം. ഇത് കേട്ട് കഴിഞ്ഞപ്പം ലക്ഷ്മിയമ്മ പറഞ്ഞു,
എനിക്കറിയാം ചിലപ്പം വിടാൻ മടിയുണ്ടായിരിക്കും എന്ന് ചോദിക്കാം. എന്ത് മടി? ഒരു മടിയില്ലെന്ന് പറയണം. ഇപ്പൊ രവിയേട്ടൻ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല എന്ന് പറയണം. ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു, ഒന്നും സംഭവിക്കില്ല, രവിയേട്ടന്റെ മനസ്സ് അത്ര നല്ല, അതുകൊണ്ട് ഒരാപത്തും വരത്തില്ല എന്ന് പറയണം. ചന്ദ്രമതിക്ക് അതും കൂടി ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഇവള് പ്രാർത്ഥിച്ചോണ്ടല്ലേ എന്ന് വെച്ചാൽ തന്റെ രവിയേട്ടന്റെ അസുഖമൊക്കെ ഭേദമായത് എന്നൊരു ചിന്ത, ഒരു പുച്ഛഭാവമായിരുന്നു ചന്ദ്രമതിയുടെ മുഖത്ത്. പിന്നീട് ലക്ഷ്മി പറഞ്ഞു, എന്നാ ഞാനങ്ങോട്ട് ഇറങ്ങട്ടെ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴാണ് അവിടെ ശ്രുതി നിൽക്കുന്നുണ്ട്. ശ്രുതിയോട് ചോദിച്ചു, അല്ല മോളെ, നീ ദീപാവലി ആഘോഷിക്കാൻ വീട്ടിൽ പോണില്ലേ എന്ന് ചോദിക്കുവാണ്. ഇത് കേട്ടോ ശ്രുതി ഒന്ന് ഇങ്ങനെ നിൽക്കുവാണ്. ശ്രുതിക്ക് എന്ത് മറുപടി പറയണമെന്ന് അറിയത്തില്ല. ചന്ദ്രമതി ശ്രുതിനെ ഒന്ന് നോക്കി. ശ്രുതി പറഞ്ഞു, അത് പിന്നെ ഞാൻ അല്ല, അച്ഛൻ്റെ അടുത്ത് പോകാമല്ലേ, ആദ്യത്തെ ദീപാവലി അല്ലേന്ന് ചോദിക്കാം. അത് പിന്നെ ആന്റി എന്ത് മറുപടി പറയണം, അത് പിന്നെ അച്ഛൻ അവിടെ ഇല്ല, അച്ഛനൊരു ടൂറിലാന്ന് പറയണം. ഓ അങ്ങനെയാണല്ലേ, അന്നൊരു കാര്യം ചെയ്യാം, വീട്ടിലേക്ക് പോരെ, നമുക്ക് വീട്ടില് ദീപാവലി ആഘോഷിക്കാം, ആദ്യത്തെ ദീപാവലി അല്ലേന്ന് ചോദിക്കുക. ഇത് കേട്ട് ചന്ദ്രമതിക്ക് ഇഷ്ടപ്പെട്ടില്ല. ചന്ദ്രമതി പറഞ്ഞു, അതിന്റെ കാര്യമൊന്നുമില്ല, അതെ നിങ്ങളുടെ മോളെ നിങ്ങൾ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോയാൽ മതി, ആ വീട്ടിലേക്ക് ദീപാവലി ആഘോഷിക്കാൻ വന്നാലും മതി. അതെ ഇവളെ ആരാന്നാ നിങ്ങൾ വിചാരിച്ചോണ്ടിരിക്കുന്നേ, ആ വീട്ടിലേക്ക് വന്ന് ദീപാവലി ആഘോഷിച്ചാൽ കുറച്ച് കേമമായി പോയെന്നൊക്കെ പറയാണ്. രവീന്ദ്രൻ ചന്ദ്രമതിനെ നോക്കിയിട്ട് പറഞ്ഞു, ചന്ദ്രമതി വേണ്ട കേട്ടോ എന്ന് പറയാണ്. പിന്നെ ചന്ദ്രമതി ഒന്നും മിണ്ടിയില്ല. ഇത് കേട്ട് കഴിഞ്ഞപ്പം ശ്രുതി പെട്ടെന്ന് ശ്രുതിയോട് ചോദിച്ചു, അല്ല നമുക്കൊരു കാര്യം ചെയ്ത് നമുക്ക് പോയാലോ എന്ന് ചോദിക്കാം. ആരെ? ഞാനാ, ഇവരുടെ വീട്ടിലേക്കാ. അതല്ല പറഞ്ഞേ, നമുക്ക് മലേഷ്യക്ക് പോയാലോ, അവിടെ പോയി ദീപാവലി ആഘോഷിച്ചാലോ എന്ന് ചോദിക്കുക. ഇത് കേട്ടതും ശ്രുതി പറഞ്ഞു, അല്ല ശ്രുതി, ഞാൻ പറഞ്ഞല്ലോ അച്ഛൻ അവിടെ ഇല്ല, അച്ഛനൊരു ടൂർ പ്രോഗ്രാമിലാന്ന്. ഓ അങ്ങനെയാണല്ലേ, എന്നാ ശരി എന്ന് പറയാണ്. ഈ സമയം ലക്ഷ്മി അമ്മയ്ക്ക് മനസ്സിലായി, എന്നാണെങ്കിലും താൻ വിളിച്ചിട്ട് ഇവരെന്നാളും വരാനൊന്നും പോകുന്നില്ല. പിന്നെ ലക്ഷ്മി അമ്മ, എന്നാ ശരി ഞാൻ അങ്ങോട്ട് ഇറങ്ങിയേക്കുവാന്ന് പറയാണ്. രേവതി രവീന്ദ്രൻ പറഞ്ഞു, അച്ഛൻ ഞാൻ താഴെ വരെ കൊണ്ടുപോയി അമ്മേനെ വിട്ടിട്ട് വട്ടെ എന്ന് പറഞ്ഞൊരു രേവതിയും കൂടെ അങ്ങോട്ട് ഇറങ്ങി പോവാണ്. ആ കൂടെ പോയി കഴിഞ്ഞപ്പോഴത്തേനും ലക്ഷ്മി അമ്മ വെച്ച്, മോൾക്ക് സുഖമാണെന്ന് ചോദിക്കുക. കുഴപ്പമില്ല അമ്മയെന്ന് പറയാണ്. അതെ മോള് വിഷമിക്കൊന്നും വേണ്ട കേട്ടോ, എല്ലാം ശരിയാകുമെന്ന് പറയാണ്. അപ്പത്തേനും സച്ചിയുടെ അടുത്ത് രവീന്ദ്രൻ പറയാ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നാളെ നീ അവളെ കൂട്ടി പോണെന്ന് പറയണം. അച്ഛൻ ഞാൻ പോകത്തില്ല എന്ന് പറയണം. പോകത്തില്ല എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, മര്യാദയ്ക്ക് ഞാൻ പറയുന്നത് കൂടെ അനുസരിച്ചാൽ മതി എന്ന് പറയാം. പിന്നെ സച്ചിക്ക് എതിര് പറയാൻ പറ്റില്ലല്ലോ, ഇനിയിപ്പൊ അച്ഛൻ എന്തെങ്കിലും അസുഖം വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അത് മതി, അതുകൊണ്ട് ശരിയെന്ന് പറയാണ്. ആ സമയം മുറിയിലേക്ക് പോയി ശ്രുതി ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുക. പെട്ടെന്ന് തന്നെ ചന്ദ്രമതി ഓടി അങ്ങോട്ട് വന്നു. മോളെ, മോൾക്ക് വിഷമമായെന്ന് ചോദിക്കാം. എന്താ ആന്റി? അല്ല അവരുടെ വീട്ടിലേക്കാ ചെല്ലാൻ പറഞ്ഞ, രേവതിയുടെ വീട്ടിലേക്ക് എല്ലാം പറഞ്ഞേ. അല്ല അത് പിന്നെ ആ ആന്റി എന്തിനാ ഇങ്ങനെയൊക്കെ പറയണേ, എനിക്ക് പോകാൻ ഇഷ്ടമുണ്ട്, ഞാൻ പോകത്തില്ലേ, എന്നെ വിളിക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കാം. അവർക്ക് അത്ര വിവരവും ബോധമൊക്കെ ഉള്ളൂ, മോൾ അന്ന് കാര്യമായിട്ട് എടുക്കണ്ട കേട്ടോ, മോള് പോകുമെന്നും വേണ്ടെന്ന് പറയണേ. ഞാൻ പോകത്തില്ല ആന്റി എന്ന് പറയാ. അല്ല മോള് അച്ഛനെ ഒന്ന് വിളിച്ചു നോക്കാൻ എല്ലാവരും ചോദിക്കുക, ഇതുവരെയായിട്ടും മോളുടെ അച്ഛൻ ഇങ്ങോട്ട് വന്നിട്ടില്ലല്ലോ, അത് മാത്രമല്ല ഇതുവരെ ഞാൻ സംസാരിച്ചിട്ട് കൂടിയില്ലെന്ന് പറയണം. അല്ല അത് പിന്നെ ആന്റി, ഞാൻ അച്ഛനെ വിളിച്ചായിരുന്നു, അച്ഛനൊരു ടൂറിലാന്ന് പറയണം. ഒരു കാര്യം ചെയ്യാം, ഇനി വിളിക്കുമ്പോൾ എൻ്റെ ഒന്ന് ഫോൺ കൊണ്ട് തരണം, എനിക്കൊന്ന് സംസാരിക്കണം, കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും കാലമായിട്ടും ഞാൻ സംസാരിച്ചിട്ടില്ലല്ലോ, അപ്പൊ അദ്ദേഹം ഓർക്കില്ലേ ഇതുവരെയായിട്ടും ഇതെന്താ ഞങ്ങളൊന്നും ആരും സംസാരിക്കാത്ത, ഞങ്ങൾക്ക് ആർക്കൊരു ഉത്തരവാദിത്വം ഇല്ലെന്നൊക്കെ ഓർക്കില്ലേ. ശരി ആന്റി, ഇനി വിളിക്കുമ്പോൾ തരാന്ന് പറയണം. പിന്നീട് ചന്ദ്രമതി അങ്ങോട്ട് ഇറങ്ങിപ്പോവാ. ആ സമയം വല്ലാത്ത ടെൻഷനായി പോയി ശ്രുതിക്ക്. ദൈവമേ എന്ത് ചെയ്യാനാ, ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അധികം വൈകാതെ തന്നെ തന്റെ കള്ളത്തരം കണ്ടുപിടിക്കും, ഇതിന് എങ്ങനെയൊന്ന് രക്ഷപ്പെടാൻ പറ്റുമെന്നൊക്കെ ചിന്തിക്കുകയാണ്. പിറ്റേ ദിവസം രേവതിയും കുട്ടി സച്ചി രേവതിയുടെ വീട്ടിലേക്ക് പോവാണ്. ഈ സമയം സച്ചിക്കനും മുഖം വീർത്തിരിക്കുക. രേവതി വെച്ച് എന്താ മിണ്ടാത്തേന്ന് ചോദിക്കുക. എന്നാ മിണ്ടാൻ, എനിക്ക് അധികം സംസാരിക്കാനൊന്നും ഇല്ലെന്ന് പറയാണ്. ഓ അനിപ്പം മിണ്ടിന്ന് ഓർത്ത് എന്താ കുഴപ്പമിരിക്കുന്നേ, മിണ്ടിയിട്ടാ മുത്ത് പൊഴിഞ്ഞു പോകുമെന്ന് ചോദിക്കുക. ചിലപ്പോൾ മുത്തും പൗഴും ഒക്കെ പൊഴിഞ്ഞു പോയെന്നിരിക്കും, നീ ഒന്ന് മിണ്ടായിരിക്കാൻ പറയാണ്. ഓ ഇത്ര ഇഷ്ടമില്ലെങ്കിൽ പിന്നെ വീട്ടിലേക്ക് പോകേണ്ട കാര്യമില്ലായിരുന്നല്ലോ എന്ന് പറയാണ്. എനിക്ക് ഇഷ്ടമൊന്നും ഉണ്ടായിട്ടില്ല, അതെ അച്ഛന് വേണ്ടിയിട്ടാ, ഇനിയിപ്പൊ ഞാൻ പോകുന്നില്ലെന്ന് പറഞ്ഞിട്ട് അച്ഛന് ഇനി അസുഖങ്ങളൊന്നും വരുത്തി വെക്കണ്ട, അതുകൊണ്ട് മാത്രമാന്ന് പറയണം. ഓ അപ്പൊ അച്ഛന് വേണ്ടിയിട്ടല്ലേ, അല്ലാതെ എന്നോട് സ്നേഹം ഉണ്ടായിട്ടല്ല. പിന്നെ നിന്നോട് സ്നേഹം ഉണ്ടായിട്ട് അങ്ങോട്ട് വരുന്നു പോലും, ഒന്നും മിണ്ടായിരിക്കുന്നുണ്ടോന്ന് ചോദിക്കുക. പിന്നെ നിന്നോടുള്ള സ്നേഹം ഞാൻ പറയുന്നില്ല, നിന്റെ മുഖം കാണുമ്പോൾ തന്നെ എനിക്ക് ദേഷ്യം വരുന്നേ, എന്റെ അച്ഛൻ പോലീസ് സ്റ്റേഷനിൽ കിടന്ന കാര്യങ്ങളൊക്കെ എനിക്ക് ഓർമ്മ വരുന്നതെന്ന് പറയണം. രേവതി പറഞ്ഞു, അതിന് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, ഒരു തെറ്റും ചെയ്തിട്ടില്ല, എല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞോണ്ടെങ്കിൽ ഇരുന്നാ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേവതിയോട് ദേഷ്യപ്പെടുക. രേവതി ശരി ആയിക്കോട്ടെ, ഇനി ഞാൻ മിണ്ടുന്നില്ലെന്ന് പറയാ. പിന്നീട് സച്ചി ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിന്റെ അവിടെ കൊണ്ട് കാർ നിർത്തുവാണ്. ഇതെന്താ ഇവിടെ നിർത്തിയത്, ഇറങ്ങ, നിനക്ക് എന്തൊക്കെയാ വാങ്ങിക്കാനുണ്ടെന്ന് പറഞ്ഞില്ലേ, എനിക്കൊന്നും വാങ്ങിക്കണമെന്ന് പറയാം. ഇന്നലെ അച്ഛൻ പറഞ്ഞില്ലേ സാരിയൊക്കെ ആദ്യത്തെ ദീപാവലിയല്ലേ വാങ്ങിക്കണമെന്ന് പറഞ്ഞില്ലേ, എന്താ പൈസ എന്ന് പറഞ്ഞാൽ പൈസ എടുത്ത് കൊടുക്കുകയാണ്. അച്ഛൻ തന്നാ പിന്നെ അച്ഛമ്മ പൈസ ഇട്ട് കൊടുക്കൂന്ന് പറയണം. രേവതി പൈസ മേടിച്ചില്ല, കയറി വരാൻ പറയണം. വേണ്ട നീ തന്നെ പോയി വാങ്ങിച്ചാൽ മതി എന്ന് പറയണം. ഓ അങ്ങനെയാണോ, അങ്ങനെയാണ് ഞാൻ പോയി വാങ്ങിക്കാനാണ്, പിന്നെ ഒരു കാര്യം ചെയ്യാം, ഇപ്പൊ തന്നെ അച്ഛനെ വിളിച്ച് പറഞ്ഞേക്കാം. എങ്ങനെയുണ്ട് അച്ഛൻ പറയട്ടെ എന്താ ചെയ്യണ്ടേന്ന്, അച്ഛനല്ലേ പറഞ്ഞേ
എനിക്ക് സാരി എടുത്ത് കൊടുക്കണമെന്ന്. എനിക്ക് തന്നെ വന്ന് വാങ്ങിക്കാനാണ്, പിന്നെ തന്നെ വന്ന് വാങ്ങിച്ച പോരെ. സച്ചിയാണ് എന്റെ കൂടെ വരേണ്ട കാര്യമില്ലായിരുന്നല്ലോ, എനിക്ക് തന്നെ ദീപാവലി ആവശ്യിക്കാൻ വന്നേ പോരാന്ന് ചോദിക്കാം. ഇത് കേട്ടോ സച്ചിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. നീ അച്ഛനോട് അങ്ങനെ വിളിച്ചു പറഞ്ഞ അച്ഛൻ തന്നെ ചീത്ത പറയും. അത് മാത്രമല്ല, അച്ഛൻ ഇനി ഇതിന്റെ പേരിൽ എന്തെങ്കിലും അസുഖം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എല്ലാരും കൂടെ തന്നെ കുറ്റപ്പെടുത്തും. കേറി വാ, എന്ത് പണ്ടാരല്ലോ ആട്ടേന്ന് പറഞ്ഞോണ്ട് രേവതിനെ വിളിച്ച അകത്തേക്കില്ലാണ്. അപ്പൊ അവിടെയുള്ള പെൺകുട്ടി വെച്ചു, എന്താ മേഡം വേണ്ടെന്ന് ചോദിക്കുക. സാരി വേണമെന്ന് പറയണം. അങ്ങനെ സാരി സെക്ഷനിലേക്ക് രേവതിന്റെ സച്ചിനെ പറഞ്ഞു വിടുകയാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ സാരി പറഞ്ഞു രേവതി. അങ്ങനെ സാരി പറഞ്ഞപ്പോ സച്ചി അങ്ങോട്ട് മാറി നിൽക്കുകയാണ്. സച്ചി മൈൻഡ് പോലും ചെയ്യുന്നില്ല. അപ്പൊ ഒരു ചെറുപ്പക്കാരനായിരുന്നു രേവതിക്ക് സാരിയൊക്കെ എടുത്ത് കൊടുക്കുക. രേവതി ഇങ്ങനെ സച്ചിനെ നോക്കിയിട്ട് പറഞ്ഞു, ഏതെടുക്കണമെന്ന് ചോദിക്കുക. നിനക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും എടുക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേവതിനെ മൈൻഡ് ചെയ്യാൻ സച്ചിയും കൂടെ നിൽക്കുക. രേവതിക്ക് വിഷമായി. രേവതി ഓരോന്നൊക്കെ എടുത്ത് നോക്കുകയാണ്. രേവതി പറഞ്ഞു, ഈ സാരി പോരാ, അതെടുക്കുന്നൊക്കെ പറയണം. അവസാനം ഒരു സാരി എടുത്ത് വെച്ചിട്ട് അയാൾ പറഞ്ഞു, ഇത് കൊള്ളാം, സൂപ്പർ ആയിട്ടുണ്ട്. അതെ, ഇത് ഉടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ മേഡത്തിനെ കാണാൻ നല്ല നയൻതാരയെ പോലെ ഉണ്ട്. നയൻതാര ഒരു സിനിമയ്ക്കകത്ത് ഇതുപോലത്തെ സാരി ഉടുത്താന്ന് പറയണം. ഇത് കേട്ടോ അടുത്തത് സച്ചി ഇങ്ങനെ നോക്കി അവനെയൊന്നു. ഇവനാണ് കൊള്ളാലോ, ഇച്ചിരി സോപ്പിങ് കൂടുതലാണല്ലോ, ഇവനൊരു ചെറിയ കോഴിയാണല്ലോ എന്ന് ഇങ്ങനെ പറയണം മനസ്സിൽ. പിന്നീട് ഇതെനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് മാറ്റി വെക്കണം. അപ്പൊ അടുത്ത സാരി എടുത്തു. ഇതൊന്നും വെച്ച് നോക്കും മാറെന്ന് പറഞ്ഞുകൊണ്ട് രേവതിയുടെ ദേഹത്തേക്ക് ഇങ്ങനെ സാരി ഇങ്ങനെ വെച്ചു കൊടുക്കണം. അതൊക്കെ സച്ചി ശ്രദ്ധിക്കുന്നുണ്ട്. സച്ചിക്ക് ഇഷ്ടപ്പെട്ടില്ല. രേവതി കുറെ സാരി പറഞ്ഞു, അതെല്ലാം അയാൾ ഇങ്ങനെ ദേഹത്ത് വെച്ച് കാണിച്ചു കൊടുക്കണം. രേവതി ഈ കളർ അത്ര ശരിയാകുന്നില്ല, കുറെ എണ്ണം എടുത്തിട്ടു. പിന്നീട് ഒരെണ്ണം എടുത്തിട്ട് പറഞ്ഞു, അതെ ഈ സാരി എന്താണ് മേഡത്തിന് സൂപ്പറായിട്ട് ചേരുമെന്ന് പറയണം. നല്ല കളറാ, മേഡത്തിനെ കാണാൻ നല്ല ഭംഗിയുണ്ട്, ഇത് ഉടുത്ത് വരുന്നത് കഴിയുമ്പോഴെന്നൊക്കെ പറയാം. സച്ചി അവനിങ്ങനെ നോക്കി. അവസാനം സച്ചിക്ക് ദേഷ്യം വന്നു. സച്ചി ഇങ്ങോട്ട് വന്നിട്ട് അറിഞ്ഞു, അതെ ഇതെടുത്താൽ മതി എന്ന് പറഞ്ഞു ഒരു സാരി അങ്ങ് നോക്കി. അതങ്ങൾ രേവതിക്ക് വെച്ചു കൊടുക്കണം. എന്നിട്ട് പറഞ്ഞു, ഇതങ്ങ് എടുത്താൽ മതി എന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു, അയ്യോ ഇതിനേക്കാൾ നല്ല മറ്റേ സാരി ആകുമ്പോൾ വേറെ സാരി എടുത്തു കൊടുത്തു. അതെ നിന്റെ കല്യാണം കഴിഞ്ഞല്ലേ, നിന്റെ ഭാര്യയ്ക്ക് നീ എടുത്തോടെ കൊടുത്താൽ മതി, എന്റെ ഭാര്യയുടെ കാര്യം ഞാനാ തീരുമാനിക്കുന്നത് എന്ന് പറയണം. രേവതി അത്ഭുതത്തോട് വിട്ട് സച്ചിനെ നോക്കുകയാണ്. കാരണം രേവതിക്ക് ഇടയ്ക്ക് മനസ്സിലായിരുന്നു സച്ചിക്ക് ഇഷ്ടപ്പെടുന്നില്ല അവൻ തൻ്റെ അടുത്ത് കൂടുതൽ സ്വാതന്ത്ര്യത്തോടെ ഇങ്ങനെ പെരുമാറുന്നേ, അല്ലെങ്കിൽ സാരിയൊക്കെ വെച്ചു കൊടുക്കുന്നത്. രേവതി അതിനനുസരിച്ച് ഓരോന്ന് കാണിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. കാരണം സച്ചിയോടൊരു സാരി സെലക്ട് ചെയ്താൽ പറഞ്ഞു കഴിഞ്ഞപ്പോൾ സച്ചിക്ക് ഭയങ്കര വാലായിരുന്നു. സച്ചി കൂടെ മാറി നിൽക്കുമല്ലേ ഇതേ. അപ്പൊ സച്ചിക്ക് തന്നോട് ഇഷ്ടമാണെന്ന് രേവതിക്ക് മനസ്സിലാവുകയും ചെയ്തു. അങ്ങനെ സാരി എടുത്തു കഴിഞ്ഞപ്പോഴത്തേനും രേവതി ചോദിച്ചു, അല്ല സച്ചിയുടെ ഷർട്ട് വേണ്ടെന്ന് ചോദിക്കാം. വേണ്ടാന്ന് പറയണം. ഓഹോ, അപ്പൊ ദീപാവലി ആയിട്ട് പഴയ ഷർട്ട് ഇടാനാണോ? വേണ്ട, ഷർട്ട് എടുക്കണമെന്ന് പറയാം. രേവതി ചോദിച്ചു, ഷർട്ടിന്റെ സെക്ഷൻ എവിടെയാന്ന് അയാളോട് ചോദിക്കാം. അതേ മുകളിലുണ്ട്, ഞാൻ വരാന്ന് പറയണേ. വേണ്ട വേണ്ട, നീ വരണ്ട, നീ ഇവിടെ നിന്നാ മതി എന്ന് പറയാം, എനിക്ക് പോയി എടുക്കാൻ അറിയാം എന്നും പറഞ്ഞുകൊണ്ട് രേവതിനും പിടിച്ചാണ് അങ്ങോട്ട് പോവാണ്. രേവതിക്ക് ചിരി വന്നു. പിന്നീട് എല്ലാ ഡ്രസ്സൊക്കെ എടുത്ത് അവര് രേവതിയുടെ വീട്ടിലേക്ക് പോണ സമയത്ത് സച്ചിനെ നോക്കി രേവതി ചിരിക്കുകയാണ്. ഈ ചിരി കണ്ട സച്ചു എന്താ ചിരിക്കണമെന്ന് ചോദിക്കാം. ഏയ് ഒന്നുമില്ല. എന്തോ ഉണ്ട്, എന്താ നീ ചിരിക്കണേന്ന് ചോദിക്കാം. എന്നെ കളിയാക്കി ചിരിക്കുന്നതാണെന്ന് ചോദിക്കും. ഒന്നുമില്ല എന്ന് പറയാണ്. ഓ നിനക്ക് ചിരിക്കാലോ, നിനക്ക് ഭയങ്കര സന്തോഷമുള്ളോ. വേറുള്ളവർക്ക് സന്തോഷമൊന്നുമില്ല, പക്ഷെ നിനക്ക് ആനന്ദിക്കാലോ എന്ന് പറയണം. എന്താ സജിയേട്ട ഇങ്ങനെയൊക്കെ പറയണം, ഞാൻ വേറൊന്നും ഉദ്ദേശിച്ച് ചിരിച്ചല്ലെന്ന് പറയും. എന്തുദ്ദേശിച്ചാ ചിരിച്ചേ? അത് പിന്നെയെന്ന് പറഞ്ഞ് രേവതി നിർത്തുവാണ്. കാര്യം എന്താ? അല്ല ഞാൻ കടയിലെ കാര്യം ഓർത്തിട്ടാന്ന് പറയാം. കടയിൽ എന്താ നടന്നേ? അയാൾ എൻ്റെ അടുത്ത് സാരിയൊക്കെ കൊണ്ടുവന്ന് വെച്ച് നോക്കിയപ്പോൾ ഞാൻ സച്ചേട്ടൻ്റെ മുഖം ശ്രദ്ധിച്ചായിരുന്നു. സച്ചേട്ടൻ അതങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ലല്ലേ എന്ന് ചോദിക്കണം. പിന്നെ എനിക്ക് ഇഷ്ടപ്പെടായിക്കൊന്നുമില്ല. പിന്നെ എന്നിട്ടാണോ കിടന്ന് ധൃതി വെച്ചേ? അത് പിന്നെ എനിക്ക് പെട്ടെന്ന് പോരാൻ ധൃതി ഉണ്ടായിരുന്നു, അതുകൊണ്ടാ. എന്തിന്? അതെ നമ്മൾ പെട്ടെന്ന് വന്നിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ എന്ന് ഇതിനെപ്പറ്റി സച്ചു പറഞ്ഞ കാര്യം നിന്നോട് ആരാ പറഞ്ഞേ? പിന്നെ അവിടെയുള്ള കൃത്രിമമായിട്ടുള്ള ദേഷ്യമായിരുന്നു എനിക്കറിയാം. സച്ചേട്ടന് ഇഷ്ടപ്പെട്ടില്ല അയാൾ സാരിയൊക്കെ സെലക്ട് ചെയ്ത്, അതുകൊണ്ടല്ലേന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ സച്ചിക്ക് അങ്ങോട്ട് സമ്മതിച്ചു കൊടുക്കാൻ ഒരു മടി. സച്ചി ഒന്നും മിണ്ടിയില്ല. സച്ചി ഒന്നും മിണ്ടാതെ ഇങ്ങനെ നോക്കുകയാണ്. പെട്ടെന്ന് സച്ചി പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അവിടെ എത്തുന്നോടം വരെ നീ വാ ചലിപ്പിച്ചേക്കരുത്, മിണ്ടായിരുന്നോണെന്ന് പറയണം. ശരി ഞാൻ മിണ്ടുന്നില്ല എന്ന് പറഞ്ഞു രേവതി മിണ്ടാതിരിക്കുകയാണ്. അങ്ങനെ അവർ പോകുന്ന സമയത്ത് പെട്ടെന്ന് അവരുടെ കുറേ ഒരു ഓട്ടോറിക്ഷ എങ്ങൊന്ന് നിർത്തുകയാണ്. ഓട്ടോറിക്ഷയ്ക്ക് അതിന് 3-4 ഗുണ്ടകൾ ചാടി ഇറങ്ങിയിട്ട് രേവതിയുടെ സച്ചിയോട് ഇറങ്ങാൻ പറയാണ്. ഒരു നിമിഷം രേവതി ഞെട്ടിപ്പോയി. എന്ത് ചെയ്യണമെന്ന് അറിയില്ലാന്ന് ഇരിക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചോണ്ട് നിർത്തുന്നു.